അങ്ങനെന്താ പറഞ്ഞേ? നീ എന്തെങ്കിലും ചെയ്യും. ഫസ്റ്റ് മീറ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അവനെ ഹായ് അയച്ചു. ഞാൻ തിരിച്ച് ഒരു ആഫ്റ്റർ ഒരു 2 months ശേഷം ഞാൻ ഒരു ഹായ് അയച്ചു. അങ്ങനെ ഞങ്ങൾ ചാറ്റ് ചെയ്ത് അങ്ങനെ ഫ്രണ്ട്സായി. നമ്മൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ തോന്നി, ലൈക്ക് നമ്മൾ പറയല്ലേ സോൾമേറ്റ്. ചില നിമിഷങ്ങൾ നമ്മൾ പറയല്ലേ പെട്ടെന്നുള്ള സ്പാർക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെയിം മെൻറ്റാലിറ്റി. ആ ഒരു ഇതായപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ഇതന്നെ ഫിക്സ് ചെയ്ത് ഇനി മാറ്റണ്ട. ദുബായിൽ തന്നെ ഒരു ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിച്ച് പിന്നെ ഫ്രണ്ട് സർക്കിൾസായി. അങ്ങനെ മിങ്കിളായി. പിന്നെ ഞങ്ങൾ നന്നായിട്ട് ദുബായൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആയി. വീട്ടിൽ പറഞ്ഞു. ദെൻ പ്രൊസീഡ് ചെയ്തു. എൻഗേജ്മെൻ്റ് ആയി. ഫൈനലി ഇതാ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് എത്തി. ഇന്നത്തെ ദിവസം എൻഗേജ്മെൻ്റ് ആയി. അപ്പോൾ ഏറ്റവും നമ്മൾ കാത്തിരുന്ന രണ്ടുപേരും, ഞാനും ജിന്നി ആയാലും കാത്തിരുന്നൊരു നിമിഷമാണ് നമ്മളെ ഒരു ലവിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് വരെ. ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെ പറയും. നമ്മളെല്ലാം നമ്മളെ ഫാമിലി, രണ്ട് ഫാമിലിയും നമ്മളും കൂടി ലൈക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഹാപ്പി. ജിന്നിനെ കുറിച്ച് എന്താ, എൻ്റെ ഒരു സെയിം ഒരു വേർഷൻ തന്നെയാണ് അവൾ. കാരണം ഞാൻ നല്ല ടോക്റ്റീവ്, അവൾ നല്ല ടോക്റ്റീവാണ്. പിന്നെ പോരാത്തതിന് കുറേ സിമിലാരിറ്റി നമ്മൾ തമ്മിലുണ്ട്. പിന്നെ ആള് പാവമാണ്, ലൈക്ക് കെയറിങ് ആണ് അവൻ്റെ. ലൈക്ക് ഫാമിലിനായാലും ഒരു ഫാമിലി ഓറിയൻറ്റഡ്. നമ്മുടെ അച്ഛനമ്മല്ല അവളുടെ അച്ഛനമ്മല്ല, ഭയങ്കര ഒരു ഫാമിലി ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അവളെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. வாய் பேசிடும் புல்லாங்குழல் നീതാനൊരു പൂവിൻ മടൽ. ഷിനുവിന് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അവൻ എന്നെ അങ്ങനെയാണ് കണ്ടത്. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഓപ്പൺ ആണ് ഫസ്റ്റ് മുതലേ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ലൈഫിൽ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു ഡേ ആയിരുന്നു. ഇത് ഇത്ര അടിപൊളിയാക്കിയിട്ട് നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ചെറുപ്പം മുതലേ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ കുട്ടികളാണ്. എനിക്ക് ആക്ച്വലി അതൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ അവർ മൊത്തം പഠിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. നല്ല സങ്കടം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. ഒന്നും പറയാം, എനിക്ക് കല്യാണത്തിൽ ഒക്ടോബർ 19 കല്യാണമാണ് വരിക. അങ്ങനെ എൻ്റെ സിംഗിൾ ലൈഫ് കഴിഞ്ഞിരിക്കുന്നു.